കാട്ടാക്കടയിലെ ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് IB സതീഷാണ് കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, മൂന്നാമതും ജനവിധി തേടുകയാണ്. ആത്മവിശ്വാസം എങ്ങനെയാണ് IBക്ക്? തീർച്ചയായും ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ നാടിന് സമ്മാനിച്ചതെന്ത്, അത് കണ്ടറിഞ്ഞവരാണ്, അനുഭവിച്ചറിഞ്ഞവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് തീർച്ചയായും മൂന്നാമതും ഇടതുപക്ഷത്തിൻ്റെ സർക്കാരുണ്ടാകും. ഈ കാട്ടാക്കട സംബന്ധിച്ചിടത്തോളം പുതിയ നൂതനമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ച കേരളത്തിലെ ഒരു MLA ആണ്. അത് മറ്റു മണ്ഡലങ്ങളിലും രാജ്യത്ത് തന്നെ മാതൃകയായ പല പദ്ധതികളുമുണ്ട്. ഇപ്പോൾ ജലസമൃദ്ധിയാകട്ടെ, കാർബൺ ന്യൂട്രൽ കാട്ടാക്കടയാകട്ടെ, അങ്ങനെ പദ്ധതികളൊക്കെ തന്നെ. അപ്പോൾ അതിന്റെ ഒരു വിലയിരുത്തൽ കൂടി കാട്ടാക്കട ജനങ്ങൾ IBക്ക് നൽകുമെന്ന പ്രതീക്ഷ IBക്ക് ഉണ്ടാവും. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ് ഈ പദ്ധതികളുടെ എല്ലാം പിന്നിലുള്ളത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ പരിചയപ്പെടുത്തുക ജനങ്ങൾക്ക്. അതിന് ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതികളാണ് ഈ ജലസമൃദ്ധിയാകട്ടെ, സ്ത്രീ സൗഹൃദ മണ്ഡലം ഒപ്പമാകട്ടെ. ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇടതുപക്ഷം എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തതയാർന്ന കാഴ്ചപ്പാടാണ് ഇടതുപക്ഷത്തിൻ്റേത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെയും പ്രതിഫലനം തീർച്ചയായും ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. കാട്ടാക്കട സംബന്ധിച്ചിടത്തോളം IB എന്ന രണ്ടക്ഷരങ്ങൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. കാരണം MLA ആവുന്നതിന് മുമ്പ് തന്നെ കാട്ടാക്കടയിൽ SFIയുടെ ഭാരവാഹിയായിരുന്നു, DYFIയുടെ ഭാരവാഹിയായിരുന്നു. ഒപ്പം തന്നെ കാട്ടാക്കടയിൽ CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഒപ്പം തന്നെ കാട്ടാൽ മേള പോലെയുള്ള സാംസ്കാരിക രംഗത്ത് വലിയ തരത്തിലുള്ള ആ ഒരു പരിപാടിക്ക് തന്നെ IB ആണ് നേതൃത്വം വഹിച്ചത്. അപ്പോൾ വ്യക്തിപരമായി IBയെ ഒരു പരിചയപ്പെടുത്തൽ വേണ്ട ഒരാളല്ല. അതൊക്കെ തന്നെ ആദ്യ തവണ മത്സരിച്ചപ്പോഴും രണ്ടാമത്തെ തവണ മത്സരിച്ചപ്പോഴും അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് ഇടയിലേക്ക് സ്വീകാര്യത വർദ്ധിക്കുന്നതായി IBക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ പറഞ്ഞതുപോലെ കാട്ടാക്കടയിൽ ജനിച്ച് കാട്ടാക്കടയിൽ വളർന്ന ഒരാളാണ്, കാട്ടാക്കടയിൽ ജീവിച്ച ഒരാളാണ്. കഴിഞ്ഞ 10 വർഷമായി ജനപ്രതിനിധി എന്ന നിലയിൽ കൂടി ജീവിക്കുന്നു. അതിൻ്റേതൊരു സ്വാഭാവികമായും ആ ഒരു മാറ്റം കൂടി വരുമെന്നാണ് വിചാരിക്കുന്നത്. ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിനെ സംബന്ധിച്ചൊരു വികാരമാണ്. പ്രത്യേകിച്ച് പഴയ കാല SFI പ്രവർത്തകർക്കൊക്കെ IB എന്ന് പറഞ്ഞൊരു വികാരമാണ്. എണ്ണമറ്റ സമരങ്ങൾ, സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് RSSുമായിട്ടുള്ള നേർക്കുനേരെ നടന്ന പോരാട്ടങ്ങൾ, കൊടിയ മർദ്ദനങ്ങൾ IBക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായി നുണപ്രചരണങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ ആക്രമണങ്ങൾ എതിരാളിയുടെ ഭാഗത്ത് നിന്നാണോ ചില സോഷ്യൽ മീഡിയകളിൽ നിന്നോ IBയെ വേറൊരു തരത്തിൽ പ്രചരിപ്പിക്കാനുള്ള, വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ മത്സരത്തിലുപരി വ്യക്തിപരമായ ആക്രമണത്തിലേക്ക് ചില നുണപ്രചരണങ്ങളുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ആ ഒരു പ്രചരണം നടത്തുന്നതായി IBയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ചില സോഷ്യൽ മീഡിയയിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് അത്തരത്തിലുള്ള പ്രചരണം. സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല, BJPയുടെ ഒരു ദേശീയ നേതാവ് വന്ന് IB എന്ന ഇൻഷ്യലിനെ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളതിനെല്ലാം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോടെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ജനങ്ങളിത് കാണുന്നുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പ്രചരണങ്ങൾ. നമ്മൾ അതിനോട് പ്രതികരിക്കാൻ പോകണ്ട, ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകനെന്ന നിലയിൽ ഒരു വ്യക്തിയായി ജനങ്ങളുടെ മുന്നിലുണ്ട്. 10 വർഷമായി ജനപ്രതിനിധിയാണ്. ഒരു 3.5 പതിറ്റാണ്ട് കാലം വിദ്യാർത്ഥി, ബാലസംഘം, വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകൻ, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ഈ നിലയിലെല്ലാം പ്രവർത്തിച്ച ഒരാളാണ്. സാംസ്കാരിക പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കറിയാം. അപ്പോൾ അവർ എന്ത് അപവാദം നടത്തിയാലും, എന്ത് ബോഡി ഷേമിങ് നടത്തിയാലും അതൊന്നും ജനങ്ങൾക്കറിയില്ല. അവർ കൂടുതൽ പരിഹാസ്യരാവും, തുറന്നു കാട്ടപ്പെടും എന്നുള്ളതല്ലാതെ ഇടതുപക്ഷത്തിനോ വ്യക്തിപരമായി നമുക്കോ ഒന്നും അത് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. ഒരർത്ഥത്തിൽ നമ്മൾ രാഷ്ട്രീയമായി വിജയിക്കുന്നു, അവർ രാഷ്ട്രീയമായി തുറന്നു കാട്ടപ്പെടുന്നു, അത്രയും. തീർച്ചയായും IB സതീഷ് നോമിനേഷൻ നൽകിയ ശേഷമാണ് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉണ്ട്, ഒപ്പം തന്നെ വിജയകുമാർ DYFIയുടെ നേതാവാണ്, ജനപ്രതിനിധിയാണ്. ഒപ്പം തന്നെ MM ബഷീർ നമുക്കൊപ്പം ഉണ്ട്, SK പ്രീജ നമുക്കൊപ്പം ഇവിടെയുണ്ട്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളാണ്. LDFിൻ്റെ CPIയുടെ അടക്കം LDFിൻ്റെ എല്ലാ ഘടകകക്ഷികളുടെ നേതാക്കൾ നമുക്കൊപ്പം നോമിനേഷന് IBക്കൊപ്പം ഉണ്ടായിരുന്നതാണ്. IB പറഞ്ഞത് തികഞ്ഞ ആത്മവിശ്വാസം എന്ന് പറഞ്ഞത് ഇടതുപക്ഷ ആശയത്തിൻ്റെ രാഷ്ട്രീയ ബലമാണ്. ആ രാഷ്ട്രീയ ബലം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. നടത്തിയ
മണ്ഡലത്തിൽ നടത്തിയ 10 വർഷക്കാലം നടത്തിയ പദ്ധതികൾ, ആ വികസന പദ്ധതികൾ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. വ്യക്തിപരമായ ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നാലും ജനങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയും. കാട്ടാക്കട മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം വീണ്ടും ഉറച്ചു നിൽക്കുമെന്നാണ് IB സതീഷ് കൈരളി ന്യൂസിനോട് പങ്കുവച്ചത്. ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്.